സെന്റ് പോൾസ് LP സ്കൂൾ ഇന്നീ ജൂബിലി വേദിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ തെളിയുന്നത് ഈ വിദ്യാലയത്തിൻ്റെ കെട്ടിടങ്ങൾ മാത്രമല്ല, ഇതിനു പിന്നിലെ അർപ്പണബോധമുള്ള ജീവിതങ്ങളാണ്. ഇന്നത്തെ ഈ മനോഹരമായ വിദ്യാലയം അന്നൊരു സ്വപ്നമായിരുന്ന കാലം ഉണ്ടായിരുന്നു. സൗകര്യങ്ങളില്ല, വഴികളില്ല. പക്ഷേ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന ദൃഢമായ വിശ്വാസം മാത്രമുണ്ടായിരുന്ന കുടിയേറ്റ ജനതയ്ക്ക് അവരിലെ ചില മഹാമനസ്സുകളാണ് നമ്മുടെ മാനേജരും സമാരംഭകരും. തലമുറകളെ പ്രകാശിപ്പിക്കാൻ, അറിവിൻ്റെ ദീപം കൊളുത്താൻ മുന്നിട്ടിറങ്ങിയ പൂർവ്വസൂരികൾ. അന്ധകാരത്തെ അറിവിൻ്റെ വെളിച്ചമാക്കി മാറ്റിയവരാണ്. ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപക മാനേജർ റവറൻ ഫാദർ ജോസഫ് മേമന ഈ സ്കൂൾ എന്ന സ്വപ്നം സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യമാക്കിയ ദൂരദർശിയും വിദ്യാഭ്യാസ പ്രേമിയുമായ വ്യക്തിത്വം. സ്വന്തം സ്ഥലം ദാനമായി നൽകി ഈ വിദ്യാലയത്തിന് അടിത്തറ പാകിയ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം കൊച്ചുകുടിയിൽ മത്തച്ചൻ ചേട്ടൻ. നിരവധി പ്രതിസന്ധികൾക്കിടയിലും വിദ്യാലയത്തിനാവശ്യമായ അനുമതികൾ നേടിയെടുത്ത ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീകം മൂടമ്പത്ത് മുഹമ്മദ്. വിദ്യാഭ്യാസം ഒരു അവകാശമാകുന്നതിനു മുമ്പ് തന്നെ അതൊരു ദൗത്യമായി അവർ സ്വീകരിച്ചു. നാളെയുടെ സമൂഹം വിദ്യാർത്ഥികളിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന ഉറച്ച ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് അവർ നടത്തിയ പ്രയത്നങ്ങൾ നമ്മുടെ വിദ്യാലയത്തിന് അടിത്തറ ഒരുക്കി. അവരുടെ സ്വപ്നങ്ങൾ ഇന്ന് നമ്മുടെ ക്ലാസ് മുറികളിൽ പൂവണിയുന്നു. അവരുടെ ദർശനങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാകുന്നു. അജ്ഞതയുടെ ഇരുളിൽ അറിവിൻ്റെ ആദ്യ വിളക്ക് തെളിയിച്ച ഇവരുടെ സ്മരണകൾ ഇന്നും ജീവിക്കുന്നു. ഒരു കുന്നിൻ പ്രദേശം മാത്രമായി പോകേണ്ടിയിരുന്ന ദേശത്ത് അക്ഷരജ്യോതി തെളിയിക്കാൻ കയ്യും മേയും മറന്നു പ്രയത്നിച്ച ഇവരുടെ ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും തെളിഞ്ഞു നിൽക്കുന്നു. ഈ വിദ്യാലയത്തിൽ അധ്യാപന ദൗത്യം പൂർണ്ണതയിൽ നിർവഹിച്ച് മൺമറഞ്ഞു പോയ വാഹിദ് മാസ്റ്റർ, സിസ്റ്റർ അന്ന PM, ആനി ജോസഫ് ടീച്ചർ, ബിജു തോമസ് സാർ, മത്തായി കൊടിയൻകുന്നേൽ സാർ എന്നിവരെയും ഈ വേളയിൽ ഹൃദയപൂർവ്വം അനുസ്മരിക്കുന്നു. അവർ നട്ടുപിടിപ്പിച്ച ആ ചെറിയ വിത്താണ് ഇന്ന് നൂറുകണക്കിന് കുട്ടികളുടെ ഭാവിയെ പച്ചപിടിപ്പിക്കുന്ന ഒരു വലിയ വൃക്ഷമായി മാറിയത്. ഇന്നുവരെ ഇവിടെ പഠിച്ച ഓരോ കുട്ടിയുടെയും പുസ്തകത്തിൻ്റെ ഓരോ താളിലും അവരുടെ വിജയകഥകളിലും ഇവരുടെ അദൃശ്യമായ കയ്യൊപ്പുണ്ട്. ഈ ജൂബിലി ദിനത്തിൽ നമുക്ക് മുൻപേ നടന്നവരെ കൃതജ്ഞതയോടെ അനുസ്മരിക്കാം. ഒപ്പം മൺമറഞ്ഞു പോയ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് അവരുടെ ജീവിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ ഒരു നിമിഷം ശിരസ് നമിക്കാം.